Hi children, welcome to our channel Learn, Think and Grow. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാഠം 3 നാടിനെ രക്ഷിച്ച വീരബാഹു. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അമിതാഹാരത്തിൽ മാത്രം തൽപരനായ ഒരു രാജാവിൻ്റെ കഥ കേൾക്കാം. ചിത്രത്തിലേക്ക് നോക്കൂ. ആരൊക്കെയാണ് ചിത്രത്തിലുള്ളത്? തലയിൽ കിരീടമൊക്കെ വെച്ച ഒരു രാജാവിനെ ചിത്രത്തിൽ കാണാം. പിന്നെ ആരാണ് കുറച്ച് അകലെ മാറി നിൽക്കുന്നത്? രാജാവിൻ്റെ ഭൃത്യനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താണുള്ളത്? കഴിക്കാനുള്ള ആഹാര സാധനമാണല്ലേ. രാജാവിൻ്റെ മുൻപിലാകട്ടെ നോക്കൂ, എത്ര തരം പലഹാരങ്ങളും ഭക്ഷണ സാധനങ്ങളുമാണ്. നാടിനെ രക്ഷിച്ച വീരബാഹു. ആരാണ് വീരബാഹു? എങ്ങനെയായിരിക്കാം വീരബാഹു നാടിനെ രക്ഷിച്ചത്? നാടിന് എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് കഥ കേൾക്കാം. തീറ്റയോട് തീറ്റ. പെരുവയറൻ രാജാവിന് ഒരേ ഒരു വിചാരം മാത്രം: തിന്നണം, തിന്നണം, എപ്പോഴും തിന്നണം. പ്രജകളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. തൻ്റെ വയറെപ്പോഴും നിറഞ്ഞിരിക്കണം. ചോറും കറിയും പലഹാരങ്ങളും കുമ്പ നിറയെ വാരി വലിച്ചു തിന്നും. ഏമ്പക്കം വിട്ട് എഴുന്നേറ്റ് പോകും. കുളിയും ഉറക്കവും എല്ലാം കഷ്ടി. ഇത് കൊട്ടാരത്തിൽ സംസാര വിഷയമായി. ഇങ്ങനെ പോയാൽ ഈ പെരുവയറൻ രാജാവ് നാട് മുടിക്കും. ആളുകൾ തമ്മിൽ തമ്മിൽ പറയാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പെരുവയറൻ രാജാവിൻ്റെ ശരീരം ചീർത്തു, മുടി നീണ്ടു, നഖം വളർന്നു, അനങ്ങാൻ പോലും വയ്യാതെ കിടപ്പിലായി. ചിത്രത്തിൽ കാണാമല്ലേ, അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുന്ന രാജാവിനെ നോക്കൂ. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വൈദ്യന്മാർ രാജാവിനെ ചികിത്സിക്കാനെത്തി. പലരും മാറി മാറി ചികിത്സിച്ചിട്ടും ദീനത്തിനൊരു കുറവും വന്നില്ല. അപ്പോഴും രാജാവ് തീറ്റ നിർത്തിയില്ല. അങ്ങനെയിരിക്കെ ചെറുപ്പക്കാരനായ വീരബാഹു വൈദ്യൻ കൊട്ടാരത്തിലെത്തി. ആരാണ് വീരബാഹു? വീരബാഹു വൈദ്യനാണ്. വീരബാഹു വൈദ്യൻ കൊട്ടാരത്തിലെത്തി. അദ്ദേഹം രാജാവിനെ വിശദമായി പരിശോധിച്ചു. മരുന്നു നൽകി. രാജാവേ, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ രോഗം പടികടക്കും. എന്നിട്ട് എന്താണ് വീരബാഹു പറഞ്ഞത്? നോക്കൂ. 2 നേരം കുളിക്കേണം, പല്ലു നിത്യം തേച്ചിടേണം, നഖങ്ങൾ വളർന്നിടുമ്പോൾ മുറിച്ചിടേണം. എന്താ പറഞ്ഞത്? 2 നേരം കുളിക്കേണം, പല്ലു നിത്യം തേച്ചിടേണം, നഖങ്ങൾ വളർന്നിടുമ്പോൾ മുറിച്ചിടേണം. എന്താ ചെയ്യാമോ? വീരബാഹു ചോദിച്ചു. രാജാവ് തല കുലുക്കി സമ്മതിച്ചു. മാസം 1 കഴിഞ്ഞു. മരുന്നു കഴിച്ചിട്ടും ശരീരം വൃത്തിയാക്കിയിട്ടും അസുഖം പൂർണ്ണമായി മാറിയില്ല. ഇനി എന്തു ചെയ്യും? വീരബാഹു വീണ്ടും വന്നു. വീരബാഹു വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് നോക്കൂ. മണ്ണു നന്നായി കിളക്കേണം, വിത്തെടുത്തു വിതയ്ക്കേണം, ദേഹം വിയർത്തിടും വരെ വേല ചെയ്യണം. എന്താ വീരബാഹു പറഞ്ഞത്? മണ്ണു നന്നായി കിളക്കേണം, വിത്തെടുത്തു വിതയ്ക്കേണം, ദേഹം വിയർത്തിയിടും വരെ നന്നായി വേല ചെയ്യണം. ഇതു കേട്ട രാജാവിന് വീരബാഹുവിനോട് നീരസം തോന്നി.
എങ്കിലും അദ്ദേഹം പതുക്കെ പതുക്കെ ഓരോരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി. പകലന്തിയോളം ജോലി, കൃത്യസമയത്ത് ഭക്ഷണം. മാസങ്ങൾ കടന്നുപോയി. രാജാവിൻ്റെ ദേഹം മെലിഞ്ഞു, പെരുവയർ ചുരുങ്ങി, ആഹാരത്തോടുള്ള ആർത്തി കുറഞ്ഞു. രാജാവ് വീരബാഹുവിനെ വിളിച്ചു വരുത്തി. വൈദ്യരെ, എൻ്റെ രോഗം പൂർണ്ണമായും മാറി. പക്ഷേ നാട്ടിലാകെ പല രോഗങ്ങളും പടർന്നു പിടിക്കുകയാണ്. അതിനും കൂടി ഒരു പരിഹാരം താങ്കൾ കാണണം. വീരബാഹു ചില കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നാട് മുഴുവൻ ഉടൻ വിളംബരം ചെയ്യൂ, രാജാവ് മന്ത്രിയോട് കൽപ്പിച്ചു. പടയാളികൾ കവല തോറും ചെണ്ട കൊട്ടി അറിയിച്ചു. ഡും ഡും ഡും. എന്താണ് പടയാളികൾ അറിയിച്ചത്? നാട്ടുകാരെ കേട്ടിടേണം, കേട്ട കാര്യം ചെയ്തിടേണം, ദേഹമെല്ലാം ശുചിയായി സൂക്ഷിച്ചിടേണം, വീടും ചുറ്റുപാടുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം, ഈച്ച കൊതു കീടങ്ങളെ തുരത്തിടേണം, പുഴ കിണർ കുളമെല്ലാം ശുചിയായി സൂക്ഷിച്ചിടിൽ, രോഗമെല്ലാം നാടുവീടും ഓർക്കുക വേണം. എന്തായിരുന്നു രാജാവിനോട് വീരബാഹു പറഞ്ഞ കാര്യങ്ങൾ? നാട്ടുകാരോട് പറയാനുള്ള കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ദേഹമെല്ലാം വൃത്തിയായി സൂക്ഷിച്ചിടേണം, വീടും ചുറ്റുപാടുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം, ഈച്ചയെയും കൊതുകിനെയും എല്ലാം തുരത്തി ഓടിക്കണം, പുഴ കിണർ കുളങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ രോഗമെല്ലാം നാടുവിടും എന്നാണ് വീരബാഹു രാജാവിനോട് പറഞ്ഞത്. വീരബാഹു പറഞ്ഞ കാര്യങ്ങൾ രാജാവ് മന്ത്രിയോട് കൽപ്പിച്ചു. മന്ത്രി പടയാളികളോട് പറഞ്ഞു. കവല തോറും നാടുനീളെ അവർ വിളംബരം ചെയ്തു. നാട്ടുകാരോട് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ദേഹമെല്ലാം ശുചിയായി സൂക്ഷിക്കണം, വീടും ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കണം, ഈച്ച കൊതുക് എന്നീ കീടങ്ങളെല്ലാം തുരത്തി ഓടിക്കണം, പുഴയും കിണറും കുളവുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ അസുഖങ്ങളൊന്നും വരില്ല, രോഗങ്ങളെല്ലാം നാടുവിടും. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? ഇനി നമുക്ക് കഥയിലെ ചില ചോദ്യങ്ങൾ നോക്കാം. പറയാം, എഴുതാം. ഇങ്ങനെ പോയാൽ ഈ പെരുവയറൻ രാജാവ് നാട് മുടിക്കും. ആളുകൾ ഇങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം? എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, പെരുവയറൻ രാജാവ് നാട് മുടിക്കുമെന്ന്? പെരുവയറൻ രാജാവിന് തിന്നണമെന്ന ഒരേ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. പ്രജകളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ രോഗം പടികടക്കും. എന്തൊക്കെ ചെയ്യാനാണ് വീരബാഹു രാജാവിനോട് പറഞ്ഞത്? എന്തെല്ലാം കാര്യങ്ങളായിരുന്നു? കൂട്ടുകാർക്കറിയാമോ? 2 നേരം കുളിക്കണം, നിത്യവും പല്ലു തേക്കണം, നഖങ്ങൾ വളരുമ്പോൾ മുറിച്ചു കളയണം. ഇങ്ങനെ ചെയ്താൽ രോഗം പടികടക്കുമെന്നാണ് വീരബാഹു ആദ്യം രാജാവിനോട് പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കൂ. ഇതു കേട്ട രാജാവിന് വീരബാഹുവിനോട് നീരസം തോന്നി. എന്തുകൊണ്ടാണ്? ഏതു കാര്യം പറഞ്ഞപ്പോഴാണ് വീരബാഹുവിനോട് രാജാവിന് നീരസം തോന്നിയത്? മണ്ണ് നന്നായി കിളച്ച് വിത്തു വിതച്ച് ദേഹം വിയർക്കുവോളം വേല ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് രാജാവിന് വീരബാഹുവിനോട് നീരസം തോന്നിയത്. എന്താണ് പടയാളികൾ നാടുനീളെ വിളംബരം ചെയ്തത്? എന്തായിരുന്നു? ശരീരം ശുചിയായി സൂക്ഷിക്കണം, വീടും ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കണം, ഇങ്ങനെ ചെയ്താൽ രോഗങ്ങൾ ഇല്ലാതെയാവും എന്നാണ് പടയാളികൾ നാടുനീളെ
വിളംബരം ചെയ്തത്? രാജാവിനെ ചികിത്സിക്കാൻ വന്ന വൈദ്യരുടെ പേരെന്തായിരുന്നു? കൂട്ടുകാർ പറയൂ. അതെ, വീരബാഹു. വീരബാഹു എന്ന വൈദ്യരാണ് രാജാവിനെ ചികിത്സിക്കാൻ വന്നത്. എത്ര വാക്കുകൾ ചികിത്സിക്കാൻ എത്തി? ചികിത്സിക്കാൻ എത്തി, ചികിത്സിക്കാൻ എത്തി എന്നീ വാക്കുകൾ ചേർത്തെഴുതുമ്പോഴാണ് ചികിത്സിക്കാൻ എത്തി എന്ന് എഴുതുന്നത്. കൊട്ടാരത്തിലെത്തി, എത്ര വാക്കുകളുണ്ടതിൽ? രണ്ടുണ്ടല്ലേ. കൊട്ടാരത്തിൽ എത്തി, കൊട്ടാരത്തിൽ എത്തി എന്നീ വാക്കുകൾ ചേർത്തെഴുതുമ്പോഴാണ് കൊട്ടാരത്തിലെത്തി എന്ന് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കൂ. വീട്ടിലെത്തി എങ്ങനെ എഴുതാം? വീട്ടിൽ എത്തി, വീട്ടിൽ എത്തി, വീട്ടിൽ എത്തി എന്നത് ചേർത്തെഴുതുമ്പോൾ വീട്ടിലെത്തി. കിടപ്പിലായി എങ്ങനെ എഴുതാം? കിടപ്പിൽ ആയി, കിടപ്പിൽ ആയി ചേർത്തെഴുതുമ്പോൾ കിടപ്പിലായി. കൂട്ടത്തിൽ പെടാത്തവ ഏത്? ദീനം, ദേഹം, അസുഖം, രോഗം. ദീനമെന്നാൽ രോഗമാണ്, അസുഖമാണ്. അസുഖം, രോഗം, ദീനം എല്ലാത്തിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ദീനമെന്നാലും രോഗം, അസുഖമെന്നാലും രോഗം, രോഗമെന്നാലും രോഗം തന്നെ. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ദേഹം. ദേഹമെന്നാൽ ശരീരം, ശരീരമാണ് ദേഹമെന്നാൽ. കൂട്ടത്തിൽ പെടാത്തത് ദേഹമാണ്. അടുത്തത് നോക്കൂ. ദിവസവും കുളിക്കണം, എപ്പോഴും തിന്നണം, നിത്യവും വ്യായാമം ചെയ്യണം, നഖങ്ങൾ മുറിക്കണം. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? എപ്പോഴും തിന്നണം, അതാണ് കൂട്ടത്തിൽ പെടാത്തത്. കാരണം എന്താണ്? ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ്. ദിവസവും കുളിക്കണം, നിത്യവും വ്യായാമം ചെയ്യണം, നഖങ്ങൾ മുറിക്കണം, ഇവയെല്ലാം നമ്മുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണ്. എപ്പോഴും തിന്നണമെന്നത് ഇതിൽ പെടില്ല. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ എന്ന് പറയാറുണ്ട്. അതിനായി നമ്മൾ എന്തെല്ലാം ചെയ്യണം? ദിവസവും കുളിക്കണം, നഖങ്ങൾ മുറിക്കണം എന്നെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ? കൂട്ടത്തിൽ എന്തുകൂടെ പറഞ്ഞു? നിത്യവും വ്യായാമം ചെയ്യണം. കൂട്ടുകാർക്ക് എങ്ങനെ വ്യായാമം ചെയ്യാൻ സാധിക്കും? ചിത്രത്തിലേക്ക് നോക്കൂ. ചിത്രത്തിൽ കാണുന്നത് പോലെ കൂട്ടുകാർ ദിവസവും വ്യായാമം കൂടെ ചെയ്യണം. വ്യായാമം കൂടെ ചെയ്തെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുകയുള്ളൂ. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുമുണ്ടാവൂ. അടിവരയിട്ട വാക്കിനു പകരം യോജിച്ച വാക്ക് തിരഞ്ഞെടുത്ത് വാക്യം മാറ്റി എഴുതുക. നോക്കൂ. ശുചിത്വമുള്ള നാട്ടിൽ നിന്നു രോഗങ്ങൾ ഇല്ലാതാകും. ഇല്ലാതാകുമെന്ന വാക്കിനാണ് അടിവരയിട്ടിരിക്കുന്നത്. അതിനു പകരമായി ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാക്കുകളിൽ ഒരെണ്ണം എടുത്തെഴുതണം. പൂർണ്ണമാകും. പൂർണ്ണമാകും എന്നാൽ ഇല്ലാതാവുമെന്നാണോ? അല്ല, പടികടക്കും. അതെ, പടികടക്കും എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവും എന്ന് തന്നെയാണ്. ശുചിത്വമുള്ള നാട്ടിൽ നിന്ന് രോഗങ്ങൾ പടികടക്കും. വേറെ എങ്ങനെ എഴുതാം ഈ വാക്കിനെ? ശുചിത്വമുള്ള നാട്ടിൽ നിന്ന് രോഗങ്ങൾ പമ്പ കടക്കും. പടികടക്കും, പമ്പ കടക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇല്ലാതെയാകും എന്നു തന്നെയാണ്. ഇല്ലാതെയാകുമെന്ന വാക്കിനു പകരമായി പടികടക്കുമെന്നെഴുതാം, പമ്പ കടക്കും എന്നും എഴുതാം. ഉറക്കെ വായിക്കാം. ആദ്യത്തെ എന്താണ് എഴുതിയിരിക്കുന്നത്? പ്രജകൾ.
പ്രജകൾ എന്നാൽ ജനങ്ങൾ, പ്രജകൾ, പ്രജകൾ. അടുത്തതോ വിചാരം, വിചാരം. അടുത്തതോ ഏമ്പക്കം, ഏമ്പക്കം. അടുത്തത് വിളംബരം, വിളംബരം. പ്രജകൾ, വിചാരം, ഏമ്പക്കം, വിളംബരം. വിളംബരം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയിപ്പാണ്. പടയാളികൾ അറിയിച്ചില്ലേ? നാട്ടുകാരെ അറിയിച്ചത് എങ്ങനെയാണ്? വിളംബരം ചെയ്യുകയാണ് ചെയ്തത്. ഒരു അറിയിപ്പിനെയാണ് വിളംബരം എന്ന് പറയുന്നത്. പ്രജകൾ എന്നാൽ ജനങ്ങളാണ്. ഏമ്പക്കം എപ്പോഴാണ് വരുന്നത്? ഒരുപാട് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ, വയറ് നിറഞ്ഞു കഴിയുമ്പോഴാണ് ഏമ്പക്കം വരുന്നത്. വാക്യം എഴുതാം. കഷ്ടി എന്ന പദം വരുന്ന പുതിയ വാക്യങ്ങൾ എഴുതുക. കഷ്ടി, ചോറുണ്ടാക്കാൻ അരി കഷ്ടിയാണ്. കഷ്ടി എന്നാൽ കുറവ് എന്ന അർത്ഥമാണ് വരുന്നത്. ചായയ്ക്ക് പഞ്ചസാര കഷ്ടിയാണ്. ഇതുപോലെ കൂട്ടുകാർ പുതിയ വാക്യങ്ങൾ എഴുതണം. താഴെ കൊടുത്ത വാക്കുകൾ വരുന്ന വാക്യങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അടിയിൽ വരയ്ക്കുക. ഏതൊക്കെ വാക്കുകൾ കണ്ടെത്തിയാണ് വരയ്ക്കേണ്ടത്? പ്രജകൾ, ചികിത്സ, വിളംബരം, ചീർത്തു, കൽപ്പിച്ചു, കഷ്ടി എന്നീ വാക്യങ്ങൾ പാഠഭാഗം വായിച്ചു നോക്കിയിട്ട് കണ്ടെത്തി അടിയിൽ വരയ്ക്കണം. പറയാം. ജനങ്ങൾ ശുചിത്വം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ രാജാവ് വേഷം മാറി നാട്ടിലാകെ സഞ്ചരിച്ചു. എന്തൊക്കെയാവും രാജാവ് പരിശോധിച്ചിട്ടുണ്ടാവുക? കൂട്ടുകാർക്ക് പറയാമോ? അതെ, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടോ? ഈച്ചയും കൊതുകും പെരുകിയിട്ടുണ്ടോ? പുഴയും കിണറും കുളവുമെല്ലാം ശുചിയായി സൂക്ഷിക്കുന്നുണ്ടോ എന്നെല്ലാമായിരിക്കാം രാജാവ് പരിശോധിച്ചിട്ടുണ്ടാവുക. വായിക്കാം, എഴുതാം. ബാബു മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ വരാറില്ല. എന്നും ഓരോരോ അസുഖങ്ങൾ. ചില ദിവസങ്ങളിൽ പല്ലുവേദന, മറ്റു ചിലപ്പോൾ വയറുവേദന, ഛർദിയും വയറിളക്കവും ഉണ്ടാകാറുണ്ട്. കിട്ടിയതൊക്കെ വാരി വലിച്ചു തിന്നും. പലപ്പോഴും കൈ കഴുകില്ല. പല്ലു തേക്കാനും കുളിക്കാനുമെല്ലാം മടിയാണ്. നഖമൊക്കെ നീണ്ട് ചെളി കെട്ടി നിൽക്കുന്നു. ഫലമോ വിട്ടുമാറാത്ത അസുഖങ്ങൾ. ബാബു എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ വരാതിരിക്കുന്നത്? എന്നും ഓരോരോ അസുഖങ്ങളാണ്. അവൻ എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്? പല്ലുവേദന, വയറുവേദന, ഛർദി, വയറിളക്കം എന്നീ അസുഖങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. ബാബുവിന് അസുഖം വരാൻ കാരണം എന്താണ്? വൃത്തിയുണ്ടോ ബാബുവിന്? വൃത്തിയില്ല. ശുചിത്വം പാലിക്കാത്തത് കൊണ്ടാണ് അസുഖങ്ങൾ വരുന്നത്. രോഗം വരാതിരിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം? എന്തെല്ലാം ചെയ്യണം? ബാബുവിൻ്റെ രോഗങ്ങൾ മാറാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നൽകുക? ദിവസവും പല്ലു തേക്കണം, 2 നേരം കുളിക്കണം, നഖങ്ങൾ വെട്ടി വൃത്തിയാക്കണം, മിതമായി ആഹാരം കഴിക്കണം. പിന്നെയോ ആഹാരത്തിന് മുൻപും പിൻപുമെല്ലാം കൈയും വായും കഴുകണം. കൂട്ടുകാർ, ഈ ചിത്രം ഒന്ന് നോക്കൂ. ചിത്രത്തിൽ എന്തെല്ലാമാണ്? പറയൂ. പരിസരം മലിനമാക്കുന്ന കാര്യങ്ങളാണല്ലേ? നോക്കൂ എന്തെല്ലാമാണെന്ന്. പരിസരം മലിനമാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ചപ്പുചവറുകൾ കൂട്ടിയിടുന്നത്, മലിനജലം കെട്ടിക്കിടക്കുന്നത്, തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നത്, ഇവയെല്ലാം പരിസരം മലിനമാക്കുന്ന കാര്യങ്ങളാണ്. നോക്കൂ, ചിത്രത്തിൽ കണ്ടില്ലേ, ഒരാൾ കിണറിൻ്റെ അടുത്ത് നിന്ന് കുളിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കിണറിലെ വെള്ളം കൂടെ മലിനമാകുമല്ലേ?
എന്തെല്ലാം മാലിന്യങ്ങളാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ആളുകൾ കൊണ്ടുവന്ന് കൂട്ടുന്നത് കണ്ടില്ലേ? എത്ര വൃത്തികേടായിട്ടാണ് ആ പരിസരം കിടക്കുന്നത്. വൃത്തിയില്ലാത്ത പരിസരം ആളുകൾക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കും. വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കും. എന്താണ്? വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കും. അസുഖമൊഴിഞ്ഞ നേരമുണ്ടാവില്ല. എങ്ങനെ നമുക്കിതെല്ലാം പരിഹരിക്കാം? വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ചപ്പുചവറുകളൊന്നും തുറസായ സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയരുത്. വ്യക്തി ശുചിത്വം പാലിക്കണം. എന്താണ് വ്യക്തി ശുചിത്വം? നമ്മൾ പറഞ്ഞില്ലേ, പല്ലു തേക്കണം, 2 നേരം കുളിക്കണം, നഖങ്ങൾ വെട്ടി വൃത്തിയാക്കണം. ഇതുപോലെയുള്ള വ്യക്തി ശുചിത്വം പാലിക്കണം. പുഴയും കിണറും കുളവുമെല്ലാം മലിനമാകാതെ നമ്മൾ സംരക്ഷിക്കണം. ശുചീകരണ ഉപകരണങ്ങൾ വരയ്ക്കൂ. നോക്കൂ, ഏത് ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്? ബ്രഷ് കൊടുത്തിട്ടുണ്ടല്ലേ? പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ്. പിന്നെയോ ചൂല് കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഏതെല്ലാം ഉപകരണങ്ങൾ വരയ്ക്കാൻ സാധിക്കും? ഇവിടെ വരയ്ക്കണം. ഏതെല്ലാം ഉപകരണങ്ങളുടെ ചിത്രം വരയ്ക്കാം? നോക്കൂ, ഇവിടെ കുറച്ച് ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവയുടെ എല്ലാം ചിത്രങ്ങൾ കൂട്ടുകാർക്ക് വരച്ചു നോക്കാം. വിവിധ തരത്തിലുള്ള ബ്രഷ് കൊടുത്തിട്ടുണ്ട്, ചൂല് കൊടുത്തിട്ടുണ്ട്, നിലം തുടയ്ക്കുന്ന ഉപകരണം കൊടുത്തിട്ടുണ്ട്, വാക്വം ക്ലീനർ കൊടുത്തിട്ടുണ്ട്, പൊടി തട്ടുന്ന ഒരു ഉപകരണം കൊടുത്തിട്ടുണ്ട്. വാക്വം ക്ലീനറും പൊടി തട്ടാനാണ് ഉപയോഗിക്കുന്നത്. ഇവയെല്ലാം ശുചീകരണ ഉപകരണങ്ങളാണ്. കൂട്ടുകാർ ഇവയിൽ ഏതെങ്കിലും വരച്ചു നോക്കണം. എഴുതാം. മനുവും കൂട്ടുകാരും സ്കൂൾ പരിസരത്ത് എഴുതി ഒട്ടിച്ച ചില അറിയിപ്പുകൾ നോക്കൂ. ആഹാരം കളയരുത്. പ്ലാസ്റ്റിക് സഞ്ചികൾ വലിച്ചെറിയരുത്. ഇതുപോലുള്ള അറിയിപ്പുകൾ തയ്യാറാക്കി വിദ്യാലയ പരിസരത്ത് സ്ഥാപിക്കുക. എന്തെല്ലാം അറിയിപ്പുകൾ നമുക്ക് തയ്യാറാക്കാം? നോക്കൂ. ചപ്പുചവറുകൾ ഇവിടെ നിക്ഷേപിക്കൂ. പരിസരം വൃത്തിയായി സൂക്ഷിക്കൂ. ഇവിടെ തുപ്പരുത്. ഇതുപോലെ അറിയിപ്പുകൾ തയ്യാറാക്കാം. കടങ്കഥകൾക്ക് ഉത്തരം എഴുതാം. എന്താണ് കടങ്കഥ? അല്പം ആലോചിച്ചാൽ മാത്രം ഉത്തരം കിട്ടുന്ന ചെറിയ ചോദ്യങ്ങളാണ് കടങ്കഥ. നോക്കൂ, 1000 പേർക്ക് ഒരു അരപ്പട്ട. എന്താണ് ഉത്തരം? 1000 പേർക്ക് ഒരു അരപ്പട്ട. കൂട്ടുകാർ ആലോചിച്ച് നോക്കൂ. ചൂല എന്നാണ് ഉത്തരം. 1000 പേർക്കൊരു അരപ്പട്ട. ഉത്തരം ചൂല്. കയ്യിൽ കയറി മെയ്യിൽ ഒളിച്ചു. എന്താണ് ഉത്തരം? ചോറുരുള. കയ്യിൽ കയറി മെയ്യിൽ ഒളിച്ചു. ചോറുരുള. വേറൊരെണ്ണം നോക്കൂ. അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല്. ചിരവ. എല്ലാം തിന്നും എല്ലാം ദഹിക്കും, വെള്ളം കുടിച്ചാൽ ചത്തും പോകും. എന്താണ് ഉത്തരം? തീയാണ്. തീ. എല്ലാം തിന്നും എല്ലാം ദഹിക്കും തീയിൽ. വെള്ളം ഒഴിച്ചാലോ തീ കെട്ടും പോകും. അതിനാലാണ് തീ എന്ന ഉത്തരം. മണ്ണിനടിയിൽ പൊന്നമ്മ. മണ്ണിനടിയിൽ പൊന്നമ്മ മഞ്ഞളാണ്. ഇതുപോലെയുള്ള കടങ്കഥകൾ കൂട്ടുകാർക്ക് ശേഖരിക്കാം. എന്തെല്ലാം രോഗങ്ങൾ? പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കുക. ഒരു നോട്ടീസ് കണ്ടില്ലേ? പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കുക. മഞ്ഞപ്പിത്തം, വയറിളക്കം, ടൈഫോയിഡ്, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി, മഞ്ഞപ്പനി, എലിപ്പനി, ക്ഷയരോഗം. ഇവയെല്ലാമാണ് പകർച്ചവ്യാധികൾ. എന്നിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത് നോട്ടീസിൽ? ശുചിത്വമാണ് വീടിൻ്റെ ഐശ്വര്യം. ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രം 12ാം പഞ്ചവത്സര പദ്ധതി. നോക്കൂ, പകർച്ചവ്യാധിക്കെതിരെയുള്ള ജാഗ്രത പാലിക്കാൻ വേണ്ടിയുള്ളൊരു
നോട്ടീസാണ്. ഏതൊക്കെ രോഗങ്ങളെ പറ്റിയാണ് പോസ്റ്ററിൽ പറയുന്നത്? മഞ്ഞപ്പിത്തം, വയറിളക്കം, ടൈഫോയിഡ്, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി, മഞ്ഞപ്പനി, എലിപ്പനി, ക്ഷയരോഗം. നിങ്ങൾക്ക് ഏതെല്ലാം രോഗങ്ങളുടെ പേരുകൾ അറിയാം? എഴുതി നോക്കൂ ഇവിടെ. എല്ലാ രോഗങ്ങളും പകരുന്നവയാണോ? ചില രോഗങ്ങൾ പകരുന്നവയാണ്, ചിലത് പകരാത്തവയും. അവ ഏതൊക്കെയെന്ന് പട്ടികപ്പെടുത്തുക. കൂട്ടുകാർക്ക് അറിയുന്ന രോഗങ്ങളെല്ലാം എഴുതണം. എന്നിട്ട് അവയിൽ പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും പട്ടികപ്പെടുത്തണം. നോക്കൂ, പകരുന്ന രോഗങ്ങൾ. എലിപ്പനി, എലി പരത്തുന്നതാണ്, അത് പകരുന്ന രോഗമാണ്. ചെങ്കണ്ണ് പകരുന്ന രോഗമാണ്. ഡെങ്കിപ്പനി കൊതുക് പരത്തുന്നതാണ്, പകരുന്ന രോഗമാണ്. മഞ്ഞപ്പിത്തം പകരുന്ന രോഗമാണ്. ക്ഷയം പകരുന്ന രോഗമാണ്. പകരാത്ത രോഗങ്ങൾ നോക്കൂ. പല്ലുവേദന, പല്ലുവേദന പകരുമോ? ഇല്ല. അർബുദം, അർബുദം എന്നാൽ ക്യാൻസർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. വയറുവേദന പകരില്ല. പ്രമേഹം പകരില്ല. ഹൃദ്രോഗം പകരില്ല. പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും കൂട്ടുകാർ എഴുതി പട്ടികപ്പെടുത്തണം. പറയാം. ഞാൻ ചെയ്യാറില്ല. എന്തുകൊണ്ട്? ചിത്രത്തിലെ കുട്ടികളെ കണ്ടില്ലേ? അവരെന്താണ് ചെയ്യുന്നത്? ഒരാൾ ചെവിയിൽ പെൻസിലിടുന്നു, മറ്റൊരാളോ പൊടി വീണ കണ്ണ് തിരുമുന്നു, വേറൊരാൾ പല്ലിനിടയിൽ പിന്നുകൊണ്ട് കുത്തുന്നു. ഇവയെല്ലാം കൂട്ടുകാർ ചെയ്യാറുണ്ടോ? ഇവയൊന്നും ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ചെവിയിൽ പെൻസിലിട്ടാൽ ചെവിയുടെ ഉള്ളിൽ ഒരു പാടയുണ്ട്, നേർത്ത പാട. അത് പൊട്ടിപ്പോവാൻ കാരണമാവും. പിന്നെ ചെവി കേൾക്കില്ല. പൊടി വീണ കണ്ണ് തിരുമിയാലോ? നമ്മൾ ശക്തിയായി കണ്ണ് തിരുമുമ്പോൾ കണ്ണിൽ പോറലുകൾ ഉണ്ടാവും. പല്ലിനിടയിൽ പിന്നുകൊണ്ട് കുത്തിയാലോ? അണുബാധയ്ക്ക് കാരണമാവും. പല്ലിനിടയിൽ പിന്നുകൊണ്ട് കുത്തുമ്പോൾ പിന്നീട് കഴിക്കുന്ന ആഹാര സാധനങ്ങൾ കയറിയിരുന്ന് അണുബാധ ഉണ്ടാവുന്നു. ഈ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. തന്നിരിക്കുന്നത് ബീന എന്ന ഒരു കുട്ടിയുടെ ഡയറിയാണ്. നമുക്ക് വായിച്ചു നോക്കാം. 2015 നവംബർ 24 ചൊവ്വ. രാവിലെ എഴുന്നേറ്റു. നല്ല തണുപ്പുണ്ടായിരുന്നു. നേരത്തെ സ്കൂളിലെത്തി. ഇന്നത്തെ അസംബ്ലിയിൽ ഞാനാണ് കഥ പറഞ്ഞത്. ഇന്ന് മാലിനി ടീച്ചർ പറഞ്ഞ കഥ എനിക്കിഷ്ടമായി. പെരുവയറൻ രാജാവിൻ്റെ കഥ. കഥയിൽ തന്നെ പാട്ടുമുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി. രാത്രി ഈ കഥ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. ഇതുപോലെ കൂട്ടുകാരും കൂട്ടുകാരുടെ ഒരു ദിവസത്തെ ഡയറി എഴുതണം. ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തി എഴുതൂ. കാര്യങ്ങൾ. എന്തൊക്കെ കാര്യങ്ങളാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ടത്? രാവിലെയും രാത്രിയിലും പല്ലു തേക്കണം, എന്നും കുളിക്കണം, പരിസരം വൃത്തിയാക്കണം. ഇവയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ എന്തെല്ലാമാണ്? പല്ലു തേക്കാൻ ബ്രഷ് വേണം, പേസ്റ്റ് വേണം. കുളിക്കണമെങ്കിലോ സോപ്പ് വേണം. പരിസരം വൃത്തിയാക്കണമെങ്കിലോ ചൂല് വേണം. മറ്റെന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? അവയ്ക്കായി ഏതെല്ലാം ഉപകരണങ്ങളാണ് വേണ്ടത്? കൂട്ടുകാർ കണ്ടെത്തി എഴുതില്ലേ? കഥ എഴുതാം. നാട്ടിൽ വിളംബരം ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യുന്നുണ്ടോ? രാജാവ് വേഷം മാറി നടന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു വീടിനു മുന്നിലെത്തി. വീടും ചുറ്റുപാടും കണ്ട രാജാവിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. കഥയുടെ ബാക്കി ഭാഗം എഴുതി തലക്കെട്ടും നൽകണം. എന്തുകൊണ്ടായിരിക്കാം രാജാവിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നത്? ആ വീടിൻ്റെ പരിസരവും ചുറ്റുപാടും കണ്ടു അല്ലേ? ആകെ വൃത്തിഹീനമായ ചുറ്റുപാടാവും കണ്ടിട്ടുണ്ടാവുക. കൂട്ടുകാർ കഥ വികസിപ്പിച്ച് എഴുതി ഒരു അനുയോജ്യമായ തലക്കെട്ടും നൽകണം.
ഭീകരൻ. പാവനാടകം. തന്നിരിക്കുന്നതൊരു പാവനാടകമാണ്. എന്താണ് പാവനാടകത്തിന്റെ പ്രത്യേകത? പാവകളായിരിക്കും അഭിനേതാക്കൾ. നമുക്ക് വായിച്ചു നോക്കാം. ഈച്ചയുടെ മൂളൽ. തവള ശ്രദ്ധിക്കുന്നു. തവള: അതാ അവൻ വരുന്നു, കൊലയാളി. മുത്തശ്ശി: മുതലാളിയോ? തവള: കൊലയാളി, മനുഷ്യരുടെ കൊലയാളി, ഭീകരൻ. രാജു: അയ്യോ, പുലിയോ കടുവയോ മറ്റോ ആണോ? തവള: ക്രോം ക്രോം, അതിനേക്കാളുമൊക്കെ ഭീകരൻ. മുത്തശ്ശി: എവിടെ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. ഈച്ച വരുന്നു, ഇരിക്കുന്നു. തവള: അതാ അവൻ തന്നെ. രാജു: ഇത് നമ്മുടെ ഈച്ചയല്ലേ? ഇവനാണോ ഭീകരൻ? നിന്നേക്കാളൊക്കെ സുന്ദരനാ ഇവൻ. പളുങ്കു ചിറകുകൾ, സ്വർണ്ണ കണ്ണുകൾ, വരയൻ കുപ്പായം. ഹായ്, എന്തു രസം. ഈച്ച: ഞാനിവിടെ പതിവുകാരനാ. നിനക്കെന്തിവിടെ കാര്യം പോക്കാച്ചിത്തവളെ? കറങ്ങിപ്പറന്നിരിക്കുന്നു. ആരാണ് കറങ്ങിപ്പറന്നിരിക്കുന്നത്? ഈച്ച. അപ്പോൾ തവള പറയുകയാണ്. തവള: കണ്ടില്ലേ, ഇതാണിവന്റെ സ്വഭാവം. ഈച്ച രാജുവിന്റെ തലയിലിരിക്കുന്നു. എവിടെയും ചെന്നിരിക്കും, എന്തും തിന്നും. കാലുകൾ കണ്ടില്ലേ, നിറയെ രോഗാണുക്കളാ. തവളയാണ് പറയുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നു. മുത്തശ്ശി: അതെങ്ങനാ തവളെ ഈച്ചയുടെ കാലുകളിൽ പിടിച്ചു കയറുന്നത്? തവള: ക്ഷയരോഗിയുടെ കഫത്തിലും കോളറ രോഗികളുടെ മലത്തിലും എല്ലാ വൃത്തികേടുകളിലുമല്ലേ ഇവന്റെ വാസം. രാജു: കോളറ പരത്തുന്നത് ഈച്ചയാ. തവള: കോളറ മാത്രമോ, ടൈഫോയിഡും അതിസാരവും എല്ലാം പരത്തുന്നത് ഇവനാ. മുത്തശ്ശി: അപ്പോൾ ഈച്ചയെ തിന്നുന്ന നിനക്കും പിടിക്കില്ലേ കോളറ? തവള: അതൊക്കെ നിങ്ങൾ മനുഷ്യർക്കേ ഏൽക്കൂ. രാജു: ആഹാ, എന്നാൽ ഇവനെ കൊന്നിട്ടു തന്നെ കാര്യം. രാജു വടിയെടുക്കാൻ പോകുന്നു. ഈച്ച: ഞങ്ങളെ എങ്ങനെ എളുപ്പത്തിലൊന്നും നശിപ്പിക്കാനാവില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഒരു പ്രാവശ്യം 10,000-20,000 മുട്ടകളാ ഇടുന്നത്. രാജു വടിയുമായി വരുന്നു, അടിക്കുന്നു. തവളയ്ക്ക് അടി കിട്ടുന്നു. പാത്രം അടിയേറ്റു വീഴുന്നു. മുത്തശ്ശി: അയ്യോ, ചോറും പോയോ കുട്ടാ? സാരമില്ല, കൊടുക്കടാ. രാജു: അനങ്ങല്ലേ മുത്തശ്ശി. മുത്തശ്ശി: എവിടെയാ കുട്ടാ, കൊടുക്ക്. രാജു അടിക്കുന്നു. ഈച്ച പറന്നു മാറുന്നു. ഈച്ച: എന്നെ അങ്ങനെ കിട്ടില്ല. തവള: മുത്തശ്ശി, ഇവനെ ഞാൻ ശരിപ്പെടുത്താം. തവള ഈച്ചയെ പിടിക്കുന്നു. രാജു: അങ്ങനെ വേണം തവളക്കുട്ട, നീ മിടുക്കനാണ്. പാവനാടകങ്ങൾ. കണ്ണപുരം ചന്ദ്രൻ. പാവകൾക്ക് അഭിനേതാക്കളുടെ സ്ഥാനം നൽകി അവതരിപ്പിക്കുന്ന നാടകമാണ് പാവനാടകം. പാവകളെ ചരടും ദണ്ടും ഉപയോഗിച്ച് ചലിപ്പിച്ചാണ് പാവനാടകം അവതരിപ്പിക്കുന്നത്. പാവനാടകത്തിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു തിരശീലയുടെ പുറകിൽ നിന്നാണ് പാവകളെ നിയന്ത്രിക്കുന്നത്. സംഭാഷണത്തിലൂടെ കഥ പറച്ചിലനുസരിച്ച് വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക്